നന്ദനം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈവനിങ് ബ്ലോഗാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഒരു പാത്രത്തിൽ മൈദമാവും ശകലം മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും ഉപ്പും വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞങ്ങളുടെ 4 മണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ 4 മണി പലഹാരം. അപ്പോൾ ഇതും അപ്പോൾ ഏത്തപ്പഴം 2-3 കണ്ട് പച്ചയായിട്ടിരിക്കുന്നു. അപ്പോൾ അതൊന്ന് ഇതാക്കണം. അപ്പോൾ എനിക്കത് നല്ലതുപോലെ ഇത് വെള്ളമായിപ്പോയി. പിന്നെ ശകലം മൈദമാവും കൂടി ചേർത്തിട്ടു. പിന്നെ പാത്രമൊക്കെ മൊത്തം ഇതായിട്ട് കിടക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ക്ലീൻ ചെയ്യണം. അപ്പം ഇത് കഴിച്ചിട്ടൊക്കെ അടുത്ത പരിപാടിയിലോട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ അത് മൂത്തൊന്നു അന്നേരത്തേക്ക് എൻ്റെ ചോറിനുള്ള വെള്ളം തിളച്ചു. എൻ്റെ ചായ ഒപ്പം തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് കാപ്പി അത് കുടിക്കാൻ പോയാണ്. കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ആ പാത്രമെല്ലാം പിന്നെ ഉള്ളതെല്ലാം പെറുക്കിയിട്ടു. അതിന് ശേഷം ഒരു അതിഥി വന്നു കേട്ടോ ഞങ്ങൾക്ക്. ഇന്നലെ രാത്രി വന്നതാണ്. അപ്പോൾ അതിതുവരെ പോയിട്ടില്ല. അതിന് ശേഷമുള്ള പാത്രമെല്ലാം ഞാൻ കഴുകി പെറുക്കി വെച്ചു. 5:30-ക്കുള്ളിലെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം, വിളക്കൊക്കെ കത്തിക്കാനുള്ളതല്ലേ. അപ്പോൾ പാത്രമെല്ലാം കഴുകി പെറുക്കി വെച്ചു. എന്നിട്ട് വേണം അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ പാത്രം കഴുകി വെച്ച് കഴിയുമ്പോൾ തന്നെ പകുതി സമാധാനമാവും. അല്ലെങ്കിലും പാത്രം എപ്പോഴും വാഷ് ബേസ് നിറച്ച് പാത്രമാണ്. പിന്നെ വൈകുന്നേരത്തേക്കുള്ള അരി ഇടണം. അതിന് വെള്ളം തിളച്ച് അത് പകുതി കുടിക്കാനുള്ള വെള്ളവും കൂടിയാണ് കേട്ടോ. അപ്പോൾ വെള്ളം ചൂടായി, അരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി ഇരിപ്പുണ്ട്. അതിന് ശേഷം ഞാൻ അവിടെ എല്ലാം പാത്രമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ എല്ലാം തുടച്ച് നല്ല നീറ്റാക്കി ഇട്ടു. ഇനി വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷമേ അടുക്കളയിൽ വന്ന് എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെയെല്ലാം ഞാൻ ക്ലീൻ ചെയ്തിട്ടു. ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. അപ്പോൾ എൻ്റെ വാഷ് ബേസും എല്ലാം ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കണ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് പെരയ്ക്കെല്ലാം തൂത്ത് വൃത്തിയാക്കി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മുറ്റം തൂക്കാൻ പോയപ്പോൾ എൻ്റെ കൊച്ചാണ് മുറ്റം അടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.